കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും. സത്യം ജയിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണമാണ്. അതിജീവിത മുഖ്യമന്ത്രിക്ക് മുന്നിൽ വന്നു പരാതി പറഞ്ഞു, തെളിവുകൾ നിരത്തി, സ്ക്രീൻഷോട്ടുകളും ഓഡിയോകളും നിരത്തിയെന്ന് മാധ്യമങ്ങൾ വലിയ വായിൽ വാർത്ത നൽകിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വേട്ടയാടലുകൾക്ക് തിരതെളിയിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് ഒരു കൂട്ടര് ന്യൂസ് മലയാളം പോലെയുള്ള കഴുകക്കൂട്ടങ്ങള് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം പോലോ. എന്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം? പരാതി ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, കോടതി തീരുമാനിക്കുന്നത് വരെ അയാൾ നിരപരാധിയാണ്, അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. എന്തേ നിങ്ങളുടെ ഈ നാക്കൊന്നും മുകേഷിനെതിരെ ഈ പറയുന്ന ആരോപണങ്ങളും മുകേഷിനെ അറസ്റ്റ് ചെയ്തപ്പോഴും നിങ്ങൾ ആരുടെയും ഒരുത്തന്റെയും നാവ് മുന്നുന്നത് കണ്ടില്ലല്ലോ. ഇപ്പൊ എവിടുന്നാ നിങ്ങൾക്ക് ഈ ശ്വാസങ്ങളും ഈ ആക്രോശങ്ങളും ഒക്കെ വരുന്നത്? നിങ്ങൾ AKG സെന്ററിൽ വലിയ ആവേശം തുടങ്ങിയിട്ടുണ്ടെന്നറിയാം. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ, നിയമപരമായി നേരിടുമെന്ന്, കുറ്റം ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ള കാലത്തോളം ഒരുത്തന്റെ മുന്നിൽ മുട്ടുമടക്കില്ലടോ. അത് തന്നെയാ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ എന്താ കരുതിയത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാളെ കൊണ്ടുവന്ന് നിങ്ങൾ ഇതിന്റെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിക്കണേ. ഞാൻ ആരെയും അവഹേളിക്കുവാനോ പരിഹസിക്കുവാനോ വേണ്ടി പറയുന്നതല്ല. ഈ പറയുന്ന ആളുകളുടെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിക്കണേ. കേരളത്തില് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ട് ആ അന്വേഷണ സംഘം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ചാക്കുമെടുത്ത് നടക്കുകയായിരുന്നു പരാതിക്കാരെ അന്വേഷിച്ചുകൊണ്ട്. അന്നൊന്നും പുറത്തു വരാതിരുന്ന അതിജീവിത, അന്നൊന്നും പുറത്തിറങ്ങാതിരുന്ന ഇര ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു മുഖ്യമന്ത്രിയെ കാണാൻ. ഇതൊരു പുതിയ സമ്പ്രദായമാണല്ലോ. എല്ലാ പരാതികളൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. ഇവിടെ പോലീസും ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ നിയമപാലകരും പിന്നെ എന്തിനാണ് ഒരു സ്പെഷ്യൽ അന്വേഷണ ടീമുണ്ടല്ലോ ഈ കേസിൽ. സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ടല്ലോ. അവര് പരാതി ഉണ്ടോ എന്ന് നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചിട്ട് ഒരുത്തനും വാ തുറന്നിട്ടില്ലല്ലോ അന്ന്. ഇന്ന് എവിടെ നിന്ന് പൊട്ടിമുളക്കുന്നു ഈ അതിജീവിതമാര്? എവിടെ നിന്ന് പൊട്ടിമുളക്കുന്നു? എന്താണ് ഇതിന്റെ ലക്ഷ്യം? എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പരാതി. ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു SIയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ അയാൾ ഈ പരാതിയിന്മേൽ നടപടിയെടുക്കില്ലേ? അന്വേഷണം തുടങ്ങില്ലേ? ഈ പരാതി ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറില്ലേ? പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുന്നത്? കാരണമുണ്ട്. കാരണം എന്താ? മാധ്യമങ്ങളിൽ വാർത്തകൾ വരണം, ചർച്ച കുടിമ്പിരി കൊള്ളണം. പത്മകുമാർ പറഞ്ഞ പേര് പുറത്തു വരാൻ പാടില്ല. ആ ചർച്ച കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ കാതുകളിൽ എത്താൻ പാടില്ല. ആ നിർബന്ധമുള്ളത് കൊണ്ടാ ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി പണ്ടാരമടക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്ക്, കേരളത്തിലെ എത്ര പോലീസ് സ്റ്റേഷനുകളാ? ഓരോ ജില്ലക്കും ഓരോ മേധാവികള്, ഓരോ താലൂക്കുകൾക്കും ഓരോ സൂപ്രണ്ടുമാര്, എല്ലാവരും ഇല്ലേ? എന്നിട്ട് എന്തേ ഈ പരാതിയുമായിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ ഓടിയത്? ചർച്ചകൾ കൊടുമ്പിരി കൊള്ളണമെന്നേ. മാധ്യമങ്ങളിൽ അത് മാത്രമാവണം ചർച്ച. മറ്റൊന്നും ഒരു വാർത്തയായി, ഒരു തലക്കെട്ടായി, ഒരു സ്റ്റോറിയായി, അല്ലെങ്കിൽ ഒരു സ്പീഡ് ന്യൂസായി എവിടെയും ഒന്നും കാണാൻ പാടില്ല. കാരണം ഇന്ന് മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ശബരിമലയിലെ അയ്യന്റെ കൊള്ളയിൽ വളരെ ദ്രുതഗതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. കോടതി മേൽനോട്ടത്തിൽ ആ അന്വേഷണം നടക്കുന്നത്. ഈ പറയുന്ന പത്മകുമാർ ദൈവതുല്യന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ചയാവരുത് എന്ന് ചിലര് വല്ലാതെ അങ്ങോട്ട് ആഗ്രഹിക്കുക. അതങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അതിനെ തടയിടാൻ എന്തിനാ കഴിയുന്ന ഒരേ ഒരു പേര്, അത് രാഹുൽ മാങ്കൂട്ടം മാത്രമാ. മറ്റാരെ കൊണ്ടാ സാധിക്കുക? ഒന്നിനെ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാ രാഹുലിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. എന്നാൽ രാഹുലാണെങ്കിൽ അതിലും വലിയ നെഞ്ചുറപ്പോടെയാണ് നിൽക്കുന്നത്. ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് രാഹുലും പ്രഖ്യാപിക്കുന്നു. യുദ്ധം നമുക്ക് കാണാം, എവിടെ വരെ എത്തുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ രാജ്യത്ത് നിയമവും കോടതിയും നിയമപാലകരും ഒക്കെ ഉണ്ടല്ലോ. ഈ രാജ്യത്തെ കോടതിയും നിയമവും പറയുന്ന രീതിക്ക് മുന്നോട്ട് പോകാമെന്ന് രാഹുലും പറയുകയാണ്.
രാഹുൽ മാങ്കൂട്ടം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ പറയുന്ന തന്റെ നിലപാട് അല്ലെങ്കിൽ തന്റെ ഈ കാര്യത്തിലുള്ള തന്റെ പ്രതികരണം, നിങ്ങൾ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന കാര്യത്തിലുള്ള തന്റെ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയയിലൂടെയാ. അതിനൊരു മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ പൊതുജനം എന്ത് പറയുന്നു എന്ന് കൂടി അറിയാനുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് തന്റെ അഭിപ്രായം, ആദ്യ പ്രതികരണം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് നമ്മൾ പരിശോധിക്കുക. ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്, പിന്നോട്ടല്ല മുന്നോട്ട്. യെസ്, നിയമപരമായി മുന്നോട്ട് നേരിടും, ജനങ്ങളുടെ കോടതിയിലും നിയമത്തിന്റെ മുന്നിലും ബോധ്യപ്പെടുത്തും, സത്യം വിജയിക്കും. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുന്നത്. ധൈര്യമായി മുന്നോട്ട് പോകുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. എപ്പിസോഡ് തിരിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്ക് അവസാനമായല്ലോ, നന്നായി കേസ് കോടതിയിലെത്തട്ടെ എന്ന് മറ്റൊരു പ്രേക്ഷകൻ. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്നതിലുപരി ഒരു സ്ത്രീ എന്ന നിലയിൽ സഹോദരനെ പോലെ നിരുപാധിക പിന്തുണ രാഹുലിനൊപ്പം കോടതി കുറ്റക്കാരൻ എന്ന് പറയുന്ന നിമിഷം വരെ പൂർണ്ണ പിന്തുണ വിട്ടുകൊടുക്കരുത്. പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ കൂടെ ഉണ്ട്, തളരരുത്. സത്യമേവ ജയതേ എന്ന് മറ്റൊരാള്. ഇതൊക്കെ ഇലക്ഷൻ കഴിയും വരെയുള്ള ഉടായിപ്പാണ്. രാഹുൽ അകത്തു ആവുകയുമില്ല. ഒരു മാസം കഴിഞ്ഞ് യുവതി പരാതി പിൻവലിച്ചു എന്ന വാർത്തയും വരും. 6 ലക്ഷം കോടി കടം വരുത്തി വെച്ചിട്ട് എടുത്തു പറയാൻ ഒരു വികസനം പോലും ഇല്ലാത്തവർ ഇല്ലാത്ത ഗർഭമുണ്ടാക്കി ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നു. വേങ്ങര ഇലക്ഷൻ സമയത്ത് ഉമ്മൻചാണ്ടി സാറിനെതിരെ അതുപോലുള്ള കേസ് CBI അന്വേഷണത്തിന് വിട്ടത് എന്തായി എന്ന് കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുക. മുഖ്യമന്ത്രിയെ കണ്ട പരാതിക്കാരി കുഴഞ്ഞു വീണു. മുഖ്യമന്ത്രിയെ കണ്ടാൽ കുഴഞ്ഞു വീഴുക സ്വാഭാവികം. പ്രാവുകൾ പോലും ബോധം കെട്ട് വീണിട്ടുണ്ട്. പറത്തി വിട്ടപ്പോൾ രാഹുലെ നീ തിരിച്ചു വന്ന് പിണറായിയുടെ അണ്ണാക്കിൽ തന്നെ പൊട്ടിക്കും, വെയിറ്റിംഗ് ആണെന്ന് മറ്റൊരാള്. രാഹുൽ നിയമപരമായി മുന്നോട്ട് പോവുക, ഫുൾ സപ്പോർട്ട്. മാധ്യമ കോടതികൾക്ക് മുമ്പിൽ ഉമ്മൻചാണ്ടി സാറും ഒരു പീഡകനായിരുന്നല്ലേ. ആ മനുഷ്യനെയും മാധ്യമ ചെറ്റകൾ കുറെ ബലാത്സംഗ വീരനും അഴിമതിക്കാരനും ഒക്കെ ആക്കിയിരുന്നു. എന്നിട്ട് എന്തായി? മാധ്യമ വേശ്യകൾക്ക് അന്ന് കിട്ടിയ ഒരു എല്ലിംഗ് കഷ്ണമായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. ഇന്ന് ആ എല്ലിംഗ് കഷ്ണം രാഹുൽ മാങ്കൂട്ടമാണെന്ന് മാത്രം. ഘട്ടം ഘട്ടമായുള്ള മാധ്യമ വിചാരണയേക്കാൾ നല്ലതാണ്. എന്തായാലും ഇതിന്റെ ഇടയ്ക്ക് ശബരിമല മറക്കാതിരിക്കട്ടെ ജനങ്ങൾ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ താങ്കൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കൂടെ ഉള്ളവരെ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത്. എന്തായാലും പരാതിക്കാരി വന്നതോടുകൂടി ഒരു തീരുമാനമാകും. സത്യം ആരുടെ ഭാഗത്ത് ആണോ അവർക്ക് നീതി കിട്ടട്ടെ എന്ന് മറ്റൊരാള്. മരമുറിക്കള്ളൻ എന്ന പേര് മാറ്റാനാണ് ചാനൽ തുടങ്ങിയത്. ഇപ്പോൾ റേറ്റിംഗ് കട്ട മരമുറിക്കള്ളൻ എന്നായി പേര്. അടിപൊളി എന്ന് മറ്റൊരാള്. പിണറായി ഭരണം അരിക്ക് 15 ഉള്ളത് 55, കറന്റ് ബില്ല് കൂട്ടി, പെട്രോൾ സെസ് ഏറ്റവും കൂടുതൽ, വീട് നികുതി ലോകം കണ്ട ഏറ്റവും കൂടുതൽ, ആശാ വർക്കർമാർ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കമന്റിന് താഴെ നിരവധി ആളുകൾ തങ്ങളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനോട് അറിയിക്കുന്നതോടൊപ്പം അവരുടെ പ്രതിഷേധങ്ങൾ കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ശബരിമലയിലെ അയ്യന്റെ പൊന്നുകെട്ടത്തിലുള്ള പ്രതിഷേധം, ഈ രാജ്യത്തെ വിലക്കയറ്റത്തിലുള്ള പ്രതിഷേധം, പിണറായി വിജയന്റെ തോന്നിവാസങ്ങൾക്കെതിരെ, തെമ്മാടിത്തങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ജനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹം രേഖപ്പെടുത്തുന്നുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ഗർഭമിറക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയാൽ മാത്രമേ തങ്ങളുടെ കൊള്ളരുതായ്മകൾ, പത്മകുമാറിന്റെ കള്ളക്കളികൾ, മൂരാരി ബാബുവിന്റെ കള്ളക്കളികൾ, അയ്യപ്പന്റെ പൊന്നു കട്ടത്, ദൈവതുല്യന്റെ പേര് പത്മകുമാർ പറഞ്ഞത്, വാസവന്റെയും കടകംപള്ളിയുടെയും ഒക്കെ അടങ്ങുന്ന ആളുകളുടെ നിരത്തി പേര് പറഞ്ഞത്, ഇതൊന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരരുതെന്ന് ഈ സഖാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തില്. ഒരു കാലത്ത് അധികാരത്തിലേക്ക് കയറാൻ ഒരു ശീലാവതിയെ കെട്ടിനെഴുന്നള്ളി കൊണ്ടുവന്നുകൊണ്ട് മഹാനായ ഉമ്മൻചാണ്ടിക്കെതിരെ ഈ പറയുന്ന മാധ്യമങ്ങൾ നടത്തിയ വേട്ടകൾ നമ്മൾ ഇന്നും മറന്നിട്ടില്ല. ആ മഹാമനുഷ്യനെ വേട്ടയാടി കൊത്തി 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 തിന്നിട്ട് അവസാനം എവിടെ വരെ എത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ്. അത്തരത്തിൽ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ഏർപ്പാട് നിർത്താനായില്ലടോ നായകളെ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ നന്നാവാത്തത്? നിങ്ങൾ എങ്ങനെ നന്നാവാനാ? നിങ്ങൾ പിണറായി വിജയൻ തന്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി RSSകാരന്റെ കുണ്ടി നക്കുന്ന തിരക്കില. ആ പിണറായിയുടെ കുണ്ടിയും അപ്പിയും തിന്നുന്ന തിരക്കിലാണ് ഈ അടിമകളുള്ളത്. അടിമകൾക്ക് അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരുന്നേ മതിയാവൂ. കാരണം പിണറായി വിജയൻ കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനടി വിജയനും അകത്താകും, വിജയന്റെ മക്കളായ വീണയും അകത്താകും, മകനായ വിവേകും അകത്താകും.
അതുകൊണ്ട് അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കണം. അതിന് എന്ത് നെറികെട്ട കളികളും വിജയം കളിക്കും. ആ വിജയന്റെ തീട്ടം നിൽക്കുന്ന അടിമകള് ആ തീട്ടം നക്കിയിട്ട് ആഹാ എന്താ രുചി എന്ന് പറയുന്നത് പോലെ വിജയം കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കൊടപിടിക്കും. അതിനൊക്കെ കുഴലൂതുവാനും വിജയന്റെ മുന്നിൽ മുട്ടിലെറിയുവാനും അല്ലാതെ ഈ അടിമകൾക്ക് മറ്റെന്തിനാ സാധിക്കുക? നാട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തിന് ഇവരുടെ കൂട്ടത്തിലുണ്ടോ? RSSകാരന്റെ കാല് നക്കുന്ന പിണറായി വിജയൻ, മക്കൾക്ക് വേണ്ടിയിട്ട് RSSകാരന്റെ കുണ്ടി നക്കുന്ന പിണറായി വിജയൻ. ഇതാണല്ലോ നിന്റെ ഗതി. നീയാണോ സഖാവ്? നിന്നെയാണോ ഈ കേരളം സഖാവ് എന്ന് വിളിച്ചത്? ആഹാഹാ അയ്യയ്യേ നാണക്കേട്, അയ്യയ്യേ നാണക്കേട്. എന്നിട്ട് അയ്യന്റെ പൊന്നും കണ്ടിട്ട് അതും പുട്ടടിച്ച് നക്കി നീർത്തിട്ട് ഇപ്പൊ അവസാനം അയ്യന്റെ പൊന്നുകൊള്ള മറക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടാനുള്ള തീരുമാനം. അതിനുവേണ്ടി മാധ്യമങ്ങളെ വിലയെടുത്തുകൊണ്ട് 2 ദിവസം മുമ്പേ ഈ പറയുന്ന സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി വ്യാജ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു, ഓഡിയോകൾ പുറത്തു വന്നു. അവസാനം പോലീസുകാര് പരാതിക്കാരുണ്ടോ പരാതിക്കാരെന്ന് അന്വേഷിച്ചിറങ്ങിയ പോലീസുകാരിൽ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത പരാതിക്കാരി അവസാനം പിണറായി വിജയന്റെ മുന്നില്. അവിടെ പരാതി വാങ്ങി വെച്ച ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? അവിടെ പരാതി വാങ്ങി വെച്ചത് P ശശിയാ. വാങ്ങിവെക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാൻ, ജോലി ചെയ്യാൻ, ആ സ്ഥാനത്തിരിക്കാൻ ഏറ്റവും യോഗ്യനാണ് ഈ പരാതിക്കാരിയുടെ പരാതി വാങ്ങി വെച്ചിരിക്കുന്നത്. സാക്ഷര കേരളമേ, കുമ്പിട്ട് കുനിയണം വിജയന്റെ മുന്നിൽ. കുണ്ടി വേണമെങ്കിൽ നക്കി കൊടുക്കണം ഉളുപ്പില്ലാത്ത നായകള്.